ഹായ്, ഇന്ന് നമുക്കൊരു അപ്പം ഉണ്ടാക്കാം. അധികം എണ്ണയൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഒരു കപ്പ് പച്ചരി 4 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് കഴുകിയ ശേഷം വേണം അരി കുതിർക്കാൻ. ഇപ്പോൾ ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ശർക്കരപ്പാനി ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. മുഴുവനോട്ട് എടുത്താൽ അലിയാനായിട്ട് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ പൊടിച്ചത് 1 കപ്പ് ഉണ്ടാകും. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കര എടുക്കുമ്പോൾ ഗോൾഡൻ കളറിനേക്കാളും ഈ ഒരു ബ്ലാക്ക് ടൈപ്പിലുള്ളത് എടുക്കാൻ നോക്കണേ. അപ്പോൾ പാനി റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇത് മുഴുവനൊന്നും വേണ്ടി വരില്ല, മധുരം നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. അതുപോലെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും വേണം. മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത അരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ഇനി ഇതുപോലത്തെ 3 കുഞ്ഞു ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുഴുവനായിട്ട് ചേർക്കണ്ട, ഇതിൻ്റെ ഉള്ളിലെ കറുത്ത കുരു ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉരുക്കിയ ശർക്കരപ്പാനിന്ന് പകുതി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരു റൗണ്ട് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മധുരം നോക്കിയിട്ട് ആവശ്യമുള്ള ശർക്കരപ്പാനി പിന്നെ ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ വളരെ നൈസായിട്ട് തന്നെ അരയണമെന്നില്ല, ചെറിയൊരു തരി പോലെ ആയാലും മതി. ഇതിലിപ്പോൾ അല്പം ശർക്കര ബാക്കിയുണ്ട്. ഇതൊരു കുപ്പിയിൽ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് കുറച്ച് തിക്കായിട്ടാണുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാകം വേണം മാവിന്. ഇനി ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് കളറ് മാറുമ്പോൾ ചെറുതായിട്ട് നുറുക്കിയ അണ്ടിപ്പരിപ്പ് ചേർക്കാം. അല്പം ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് റെഡിയാകുമ്പോൾ ഇതും മാവിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിന്റെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ചെറിയ കപ്പാണ് എടുക്കുന്നത്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്പം നെയ്യ് തടവിയിട്ട് എടുത്താൽ മതി. കപ്പിന്റെ ഒരു 1/4 ഭാഗം വരെ മാവ് ഒഴിക്കാവൂ. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടായി ആവി വന്നു തുടങ്ങുമ്പോൾ കപ്പ് ഇതിലേക്ക് വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ അല്ലാതെ ഒരു അപ്പച്ചട്ടിയിലോ ദോശക്കല്ലിലോ മാവ് ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചിട്ടും എടുക്കാം കേട്ടോ. ഒരേ മാവാണെങ്കിലും ആവിയിൽ ഉണ്ടാക്കുന്നതിനും ഇങ്ങനെ ഉണ്ടാക്കുന്നതിനും രണ്ടും 2 ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളു വെന്തിനോ എന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്കോ കത്തിയോ കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഒന്ന് ചൂട് തണിയുമ്പോൾ നമുക്കിത് കപ്പിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. ഉള്ളൊക്കെ വെന്ത് സോഫ്റ്റ് ആണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.